കോതമംഗലത്ത് യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിശദമായ തെളിവെടുപ്പിന് പോലീസ്. പ്രതി അദീനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇവരെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അദീനയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് കോടതി വിട്ടത്. പ്രതിയെ പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ കൃത്യമായ ഉത്തരം അവർ നൽകുന്നില്ലെന്നാണ് അറിയുന്നത്. അൻസിലിന്റെ കൊലയ്ക്ക് കാരണം സാമ്പത്തിക തർക്കമടക്കമുള്ള സംഭവങ്ങളാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരുന്നു. പ്രതിയായ യുവതി മുൻപ് നൽകിയ കേസ് പിൻവലിക്കാൻ അൻസിൽ പണം വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. ഈ പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ വന്ന് അൻസിൽ വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു യുവതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ആ വാദം കളവാണെന്ന് ബോധ്യമായി. കൊലയ്ക്ക് മുൻപ് പ്രതി കൃത്യമായ ആസൂത്രണം നടത്തി. വീട്ടിലെ CCTV തകരാറിലാക്കിയിരുന്നു. അദീനയെ കളനാശിനി വാങ്ങിയ കടയിലെത്തിച്ച് പോലീസ് തെളിവെടുക്കും. വിഷം നൽകിയെന്ന് വ്യക്തമായെങ്കിലും എങ്ങനെ കൃത്യം നടത്തിയെന്നതിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. ബലം പ്രയോഗിച്ചാണോ വിഷം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വേണം. കൂടാതെ കൃത്യം നടത്തിയ അദീനയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. കൊലപാതകം നടത്താൻ അദീനയ്ക്ക് മറ്റു ചിലരുടെ സഹായം ലഭിച്ചിരുന്നു എന്ന സൂചന പോലീസിനുണ്ട്. അതിനാൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കാം. യുവതി 2 മുൻ സുഹൃത്തുക്കളെ കൂടി വിഷം നൽകി കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടിരുന്നോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. എല്ലാറ്റിനും കസ്റ്റഡിയിലൂടെ ചോദ്യം ചെയ്യലിൽ ഉത്തരം കിട്ടണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.